സ്വകാര്യവൽക്കരണമാണ് ഈ സർക്കാരിൻ്റെ വി.ഡി. സതീശൻ സർക്കാരിൻ്റെ അജണ്ട. അത് പല രൂപത്തിൽ പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് വി.ഡി. സതീശൻ തന്നെ നിയമസഭയ്ക്ക് അകത്തും പുറത്തും. പിന്നീട് വിമർശനം ഉയർന്നു വരുമ്പോൾ അങ്ങനെയല്ല പറഞ്ഞത്, ഇങ്ങനെയാണ് പറഞ്ഞത്, സ്വകാര്യവൽക്കരണം എന്ന വാക്ക് എവിടെയെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ തുടങ്ങി ചില നമ്പറുകൾ ഇറക്കി കളിക്കുക. ഇതാണ് വി.ഡി. സതീശൻ്റെ രീതി. അത് കഴിഞ്ഞ ദിവസവും കണ്ടതാണ്. ധനാഭ്യർത്ഥന ചർച്ചയ്ക്കുള്ള മറുപടിയിൽ അദ്ദേഹം കരിമണൽ ഖനനത്തിനെതിരെ ഉയർന്നു വന്ന വിമർശനങ്ങൾക്ക് മറുപടി പറഞ്ഞത് ഇതാ LDF സർക്കാരിൻ്റെ കാലത്ത് തന്നെ സ്വകാര്യ മേഖലയെ കൊണ്ടുവരുവാനുള്ള എല്ലാ നീക്കങ്ങളും നടത്തിയിരുന്നു, ഞങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ട് ആ വിഷയം, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതുകൊണ്ട് മാത്രമാണ് അത് നടക്കാതെ പോയത്. അദ്ദേഹം പറഞ്ഞതാണ്. കേൾക്കാം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. നിങ്ങൾ വന്ന് ഞങ്ങളെ വിമർശിച്ചത് നിങ്ങളൊരു പ്രൈവറ്റ് കമ്പനിയായിട്ട് എല്ലാ ധാരണ ഉണ്ടാക്കി വെച്ചിട്ടാണ് മിനറലിൻ്റെ കാര്യത്തിൽ. കുഞ്ഞാലി സാഹിബ് പറഞ്ഞപ്പോൾ, വ്യവസായ മന്ത്രി പറഞ്ഞപ്പോൾ അത് ഒരു മയത്തി പറഞ്ഞൊന്നും മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. എന്താണ്? മോണോസൈറ്റ് ക്രാക്കിംഗ് ആണ്. മിനറൽ ഇതിൻ്റെ ഭാഗമാണ്, മിനറലാണ്, അതിൻ്റെ ക്രാക്കിംഗ് ആണ്. എന്താ ചെയ്തത്? ഞാൻ പറഞ്ഞ കേട്ടോ, 265ാമത് ബോർഡ് മീറ്റിംഗ് KMMLൻ്റെ, കേരള മിനറൽസ് ആൻഡ് മെറ്റൽസിൻ്റെ, that meeting directed to go for open source global tender based on the expression of interest. നേരത്തെ ഒരു എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് നടത്തി, എന്നിട്ട് ഇത് എങ്ങനെയാണ് നടത്തേണ്ടതെന്ന് തീരുമാനിച്ചു. പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ വേണ്ടിയിട്ടാണ്. പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ KMML മിനറൽ സെക്ടറിൽ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ നിങ്ങളുടെ ഗവൺമെൻറ്റാണ് തീരുമാനിച്ചത്. മന്ത്രി P.K. കുഞ്ഞാലിക്കുട്ടി വ്യവസായ വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹവും ഇതേ രൂപത്തിൽ ഇതേ രീതിയിൽ ഈ വിഷയത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ നിയമസഭാ പ്രസംഗം ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ എന്താണ് വസ്തുത? LDF സർക്കാരിനെ മുന്നിൽ നിർത്തി, LDF സർക്കാരിൻ്റെ കാലത്ത് വന്ന ഒരു കരാറിനെ മുന്നിൽ നിർത്തി സ്വകാര്യവൽക്കരണം കരിമണൽ മേഖലയിലേക്ക് കൊണ്ടുവരിക, ഇതാണ് അജണ്ട. അതിനുവേണ്ടിയുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പരസ്യമായി പല പ്രാവശ്യം അക്കാര്യം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ എന്തായിരുന്നു LDF സർക്കാരിൻ്റെ കാലത്ത് നടന്നത്? മുൻ വ്യവസായ വകുപ്പ് മന്ത്രി P. രാജീവ് മാധ്യമങ്ങളോട് അക്കാര്യത്തെക്കുറിച്ച് ഇന്ന് പ്രതികരിച്ചിട്ടുണ്ട്. കേൾക്കാം P. രാജീവിൻ്റെ വാക്കുകൾ. ഈ കല്ല് വെച്ച നുണ സത്യമെന്ന മട്ടിൽ അവതരിപ്പിക്കാനുള്ള സവിശേഷ സിദ്ധിയുള്ള ആളാണ് നമ്മുടെ മുഖ്യമന്ത്രി എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അദ്ദേഹം പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പറയുന്ന പോലെ മുഖ്യമന്ത്രി എന്ന കസേരയിലിരിക്കുമ്പോൾ പറയാൻ പാടില്ലല്ലോ, വസ്തുതകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടല്ലേ. ഇന്ന് മാധ്യമങ്ങൾ നോക്കുമ്പോൾ കരിമണൽ ഖനനം സ്വകാര്യ കമ്പനി ഏൽപ്പിക്കാനുള്ള എല്ലാ നീക്കവും നടത്തിയിരുന്നു എന്ന് അങ്ങേയറ്റം തെറ്റായ പ്രസ്താവനയാണ് നടത്തിയിട്ടുള്ളത്. ഇവിടെ കാണേണ്ടത് കരിമണൽ ഖനനവും ഈ പറയുന്ന പ്രക്രിയയുമായി തമ്മിൽ ഒരു ബന്ധവുമില്ല. കരിമണലിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഇൽമിനേറ്റ് ഉപയോഗിച്ചുകൊണ്ട് ടൈറ്റാനിയം ഡയോക്സൈഡാണ് KMML ഉൽപ്പാദിപ്പിക്കുന്നത്. ഇൽമിനേറ്റ് വേർതിരിച്ചു കഴിഞ്ഞാൽ ബാക്കി ലഭിക്കുന്ന മോണോസൈറ്റ് ഉൾപ്പെടെയുള്ള തോറിയം ഉൾപ്പെടെയുള്ള പല ക്രിട്ടിക്കൽ ധാതുക്കളും ഇതുവരെ KMMLന് ഉപയോഗിക്കാൻ അനുമതി ഇല്ലാത്തതുകൊണ്ട് കേന്ദ്ര മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ഭൂമിയുടെ അടിയിൽ പ്രത്യേകമായിട്ട് നിർമ്മിച്ചിട്ടുള്ള വ്യവസ്ഥകൾ, മാനദണ്ഡങ്ങൾ അനുസരിച്ച് നിർമ്മിച്ചിട്ടുള്ള കോൺക്രീറ്റ് അറയ്ക്കുള്ളിലാണ് മോണോസൈറ്റ് ഉൾപ്പെടെയുള്ള എല്ലാം സൂക്ഷിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനകത്തുള്ള ഒന്ന് നിറഞ്ഞു കഴിഞ്ഞാൽ അടുത്തേക്ക് പോകണം. ആ ഘട്ടത്തിലാണ് കേന്ദ്ര ആണവ മന്ത്രാലയം തന്നെ ഇതിന്റെ മൂല്യവർദ്ധനവിന്റെ ഉൽപ്പന്നങ്ങളിലേക്ക് നിങ്ങൾക്ക് ശ്രമിക്കാം എന്നുള്ള അനുമതി KMMLന് നൽകിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഖനനം നടത്തലല്ല, ഖനനം നടത്തി വേർതിരിച്ചെടുത്ത് ഇലിമിനേറ്റ് കഴിഞ്ഞ് അതിൽ നിന്ന് ബാക്കിയുള്ള മോണോസൈറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മൂല്യവർദ്ധനവ് നടത്തുന്നതിന് വേണ്ടി KMML അതിന് ഒരു പൈലറ്റ് പദ്ധതി, ഒരു പരീക്ഷണ പദ്ധതി, കാരണം ടെക്നോളജി അങ്ങനെ വിജയകരമായിട്ട് ഇതുവരെ അവൈലബിൾ ആകാത്തത് കൊണ്ട് ഒരു പൈലറ്റ് പദ്ധതിക്ക് വേണ്ടി അവര് ടെൻഡർ വിളിക്കുകയുണ്ടായി. ആ ടെൻഡർ വിളിച്ചിരിക്കുന്നത് അനുസരിച്ച് അതിന്റെ എല്ലാം ടെൻഡർ ഡോക്യുമെന്റ് എല്ലാം മുഖ്യമന്ത്രിയുടെ കയ്യിൽ മാത്രമല്ല പബ്ലിക് ഡൊമൈനകത്തുള്ളതാണ്. ഈ സൂക്ഷിച്ചിരിക്കുന്നതിൽ നിന്ന് നിശ്ചിത അളവ് അവർക്ക് കൊടുക്കുകയും ഈ കിട്ടുന്ന കമ്പനിക്ക് കൊടുക്കുകയും അതിന്റെ ടെക്നോളജി തന്നെ നമ്മുടെ ക്രിട്ടിക്കൽ മിനറൽ മിഷനകത്ത് സെന്റർ ഓഫ് എക്സലൻസ് ആയി കേന്ദ്രം അംഗീകരിച്ചിട്ടുള്ള NFTDCയുടെ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള അവർക്കാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അപ്പൊ അവര് ഈ നിശ്ചിത അളവിൽ നിന്ന് മോണോസൈറ്റ് വേർതിരിച്ചെടുത്ത് ആ മോണോസൈറ്റിന്റെ മൂല്യവർദ്ധന ഉൽപ്പന്നങ്ങളിലേക്ക് എത്താമോ എന്ന പരീക്ഷ നടത്തും. അത് വിജയിക്കുകയാണെങ്കിൽ ആ ഉണ്ടാക്കുന്ന പൂർണ്ണമായ ഉൽപ്പന്നങ്ങളും KMMLന് സൗജന്യമായി കൈമാറും. അത് കഴിഞ്ഞാൽ 18 മാസത്തേക്ക് മാത്രമാണ് പദ്ധതി. 18 മാസം കഴിഞ്ഞാൽ അത് തിരിച്ച് അതേപോലെ തന്നെ ആക്കി ഇവർക്ക് കൊടുക്കേണ്ടതുണ്ട്.
എന്നാൽ ഒരു ഗവേഷണത്തിന് കൂടുതൽ സമയം കൂടി ആവശ്യമാണെങ്കിൽ 3 മാസം കൂടി, അങ്ങനെ പരമാവധി 21 മാസം അനുവദിക്കുന്ന ടെൻഡറാണ് അവർ വിളിച്ചിട്ടുള്ളത്. അത് വിജയിക്കുകയാണെങ്കിൽ പിന്നീട് കേന്ദ്ര മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ചുള്ള സംയുക്ത പദ്ധതിയുമായി KMML എല്ലാ അനുമതിയും ലഭിക്കുകയാണെങ്കിൽ മുന്നോട്ട് പോകാം. അപ്പോ ഖനനവുമായി ഒരു ബന്ധവുമില്ല. അവിടെ സൂക്ഷിച്ചിരിക്കുന്ന മോണോസൈറ്റ് ആണ്. അതിൽ നിന്ന് മോണോസൈറ്റ് ഉൾപ്പെടെ വേർതിരിച്ചെടുത്ത് മൂല്യവർദ്ധനവാണ്. അത് 21 മാസം ഒരു പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിന് അവർ ഗ്ലോബൽ ടെൻഡർ വിളിച്ചു. അതിന് കിട്ടിയ അത് ഗവൺമെന്റിന്റെ മുൻപിലേക്ക് വന്നു. അതേപോലെ വർക്ക് ഓർഡർ കൊടുത്തു. അപ്പൊ തന്നെ സംഗതി പൊളിഞ്ഞു. വർക്ക് ഓർഡർ ആണെങ്കിൽ സ്വകാര്യ പങ്കാളിത്തത്തിന് വർക്ക് ഓർഡർ കൊടുക്കും. ആ പ്രസംഗത്തിൽ തന്നെ കാണാം, വർക്ക് ഓർഡർ കൊടുത്തു. ഇത് അവർക്കാണ് ലഭിക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ മലയാള മനോരമ പ്രസിദ്ധീകരിച്ച്, അവരാണ് വാർത്ത ആദ്യം കൊണ്ടുവന്ന്, അതിനകത്ത് തന്നെ പറയുന്നുണ്ട് കേരള സർക്കാരുകളുടെ അനുമതിക്ക് ശേഷം മാത്രമായിരിക്കും MOU ഒപ്പുവയ്ക്കാൻ കഴിയുള്ളൂ. അതിനുശേഷം കേന്ദ്രത്തിനുള്ള അനുമതി അപേക്ഷിക്കാൻ വേണ്ടി സർക്കാരിന് മുൻപിൽ വന്നു. അത് ഞങ്ങളൊന്നും ഈ ഭരണനിർവഹണത്തിന് അധികാരമില്ലാത്ത ഘട്ടത്തിലാണ് വന്നിട്ടുള്ളത്. ആ സന്ദർഭത്തിൽ ഗവൺമെന്റ് തന്നെ ഇലക്ഷൻ കഴിഞ്ഞിട്ടാണ് കേന്ദ്രത്തോടുള്ള അനുമതിക്ക് അപേക്ഷിക്കാൻ വേണ്ടിയുള്ള അനുമതി KMML നൽകിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അത് ഈ ഖനനവുമായി ഒരു ബന്ധവുമില്ല. കള്ളം പറയുവാനുള്ള അസാമാന്യമായ മിടുക്ക്, ശരീരഭാഷ, ഇതെല്ലാം ഉപയോഗിച്ച് സ്വകാര്യവൽക്കരണം കരിമണൽ മേഖലയിലും തീരമേഖല പൂർണ്ണമായും അദാനി പോലെയുള്ള വൻകിട കമ്പനികൾക്കും എഴുതി കൊടുക്കാം എന്നാണ് UDF കണക്ക് കൂട്ടുന്നതെങ്കിൽ അത് നടക്കില്ല എന്നാണ് LDF നേതാക്കൾ കൃത്യമായും പറയുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ തന്നെ LDFും UDFും തമ്മിൽ വലിയ ഏറ്റുമുട്ടൽ നടക്കുമെന്ന കാര്യത്തിൽ സംശയമേ വേണ്ട. അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്.